ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മൾ പോകുന്നത് ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. Located in the heart of the city, the Hanging Gardens in Dubai serve as a haven of greenery and a nod to sustainable urban living, featuring cascading plants, vertical gardens, and architectural designs harmoniously integrated with lush landscapes. It offers an immersive experience of nature like no other. വീണ് വരൂ. കൈ പിടിക്കാ ഷാർജയിൽ കൽബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹാങ്ങിങ് ഗാർഡൻ ഉള്ളത്. നാച്ചർ ലവേഴ്സിനെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എന്താ പറയേണ്ട, ഒരു കണ്ണിന് കുളിർമയുള്ള കാഴ്ച എന്ന് തന്നെ പറയാം. ഇതൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ തന്നെ വാട്ടർഫോൾസ്, ഇങ്ങനെ വാട്ടർഫോൾസ് നമ്മൾ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ല. നല്ലൊരു കൂളിങ്ങും എല്ലാമായിട്ട് നമുക്ക് ഈ ചൂട് സമയത്തിൽ പോകാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ പ്ലേ ഏരിയ ഉണ്ട്. 4-5 പ്ലേ ഏരിയ ഓരോ സ്ഥലത്തായിട്ടുണ്ട്. ഇങ്ങനെ ഈ വാട്ടർഫോൾസ് പിന്നെ മഴ പെയ്യുന്നതെല്ലാം കണ്ടാലും ഇങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്നു പോകും. സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ എത്ര ആളുണ്ട്, ആൾക്കാരുണ്ടാവുമായിരിക്കും അല്ലേ. അതിങ്ങനെ നോക്കിയാലിങ്ങനെ അതിൻ്റെ ആ സൗണ്ടിൽ ഇങ്ങനെ ഏതോ ഒരു ലോകത്തെത്തും. അതും ഒരിത്. അങ്ങനെ പിന്നെ പ്ലേ ഏരിയ ഉണ്ടല്ലോ, കുറേയുടെ പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ഒരു ഏരിയയിലേക്ക് വന്ന് പിന്നെ ഇതിങ്ങനെ ഒരു മല മുകളിൽ അങ്ങനെ ഇതുപോലെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടികളെല്ലാം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു ആ ഒരു സ്ലോപ്പെന്ന്. അങ്ങനെ അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. രാത്രിയായാലും വലിയ ചൂടൊന്നുമില്ല, നല്ലൊരു തണുത്തൊരു ഫീലിംഗ് ഉണ്ട്. ഹൈ റേഞ്ച് സ്ഥലമായതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് അതിൻ്റെ ഒരു വടക്കോ തെക്കോ ഒരു ഭാഗത്തായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് പ്രെയർ ഏരിയ ഉണ്ട്, വാഷ്റൂമിൻ്റെ ഏരിയ. പിന്നെ അവിടെയും കുറച്ച് സ്കേറ്റിങ്ങും അങ്ങനെയുള്ള
സംഭവങ്ങളെല്ലാം ചെയ്യാനുള്ളത് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വാഷ്റൂമിലും പോയി പ്രയർ ഏരിയയിലും പോയി നമ്മ പിന്നെ നേരെ തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ഇവിടെ നല്ലൊരു അടിപൊളി ലെബനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതായത് എന്താ പറയണ്ട, ഒരു വിൻറ്റേജ് സ്റ്റൈലൊരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഉള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് ഇനി മേലോട്ടേക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ എങ്കിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര മുഷ്കിൽ ഹേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് സ്റ്റെപ്പ് എണ്ണിക്കൊണ്ട് കയറി. അപ്പോൾ പിന്നെ കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ. അങ്ങനെ ഏകദേശം ഒരു 1500 കലോറി ബേൺ ആയിട്ടുണ്ടാവും ഇത് കയറിയ ശേഷം. ഭയങ്കര ഹൈറ്റുള്ള സ്റ്റെപ്പൊന്നുമല്ല, നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി സ്റ്റെപ്പ്. അങ്ങനെ കയറി ഏകദേശം 300 സംതിങ് ഉണ്ടായിരുന്നു സ്റ്റെപ്പെല്ലാം കയറി. നമുക്കാണെങ്കിൽ വിശന്ന് കൂമ്പ് പാടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല മജ്ലിസ് പോലെയുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫുഡെല്ലാം അങ്ങനെ ഓർഡർ ചെയ്ത് മെയിനായിട്ട് നമുക്ക് ഷവായി, അൽഫാം, പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ്, റൊട്ടി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഓർഡർ ചെയ്തത്. പിന്നെ സബ്ജി. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായാൽ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ ഓക്കെ, ബായ്.